ഈ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി പറയും പോലെ നമ്മൾ പറയുന്ന ഒരു പാട്ടും കൂടെ ഉണ്ട്. കണ്ണീർ പൂവിൻ്റെ നമ്മൾ എന്താ വെച്ചാൽ ടോപ്പ് ലിസ്റ്റിലുള്ള ഒരു പാട്ടാണ്, മലയാളികളുടെ ടോപ്പ് ലിസ്റ്റിലുള്ള ഒരു പാട്ടാണ്. പക്ഷെ അതിൻ്റെ സെക്കൻഡ് വന്നപ്പോഴും അതേപോലെ മധുരം ജീവാമൃത ബിന്ദു എനിക്ക് അവിശ്വസനീയമായിട്ട് കാണുന്നത്. എനിക്ക് ഞാനും എങ്ങനെ വിചാരിച്ചു, അത് ജോൺസണും വിചാരിച്ചു, എങ്ങനെ ഈ കണ്ണീർ പൂവിന് അപ്പുറത്തേക്ക് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നോക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്ക്, ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. ഇതേ പ്രശ്നം ഞങ്ങൾക്ക് രവിയേട്ടനുണ്ടായിരുന്നു. ഈ അബ്ദുള്ള കഴിഞ്ഞപ്പോൾ ഭരതം കഴിഞ്ഞിട്ട് പിന്നെ കമലഹളൻ, ഈ മൂന്നും ഇങ്ങനെ അടുത്തടുത്ത് വരിക, ഓരോ കൊല്ലം. ഇനി എന്തോ ചെയ്യാം, ഒന്നും ചെയ്യാതെ നമ്മൾ ആകാശം ഇരിക്കില്ലേ, ആകാശത്ത് നമ്മൾ പിടിച്ചു വെക്കും. ഹിസൈനസ് അബ്ദുള്ള കഴിയുമ്പോൾ പിന്നെ ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പാട്ടില്ലാന്ന്. രാമകഥ വന്നപ്പോൾ അതിനപ്പുറത്തേക്കായി. അതിനപ്പുറത്തേക്ക് സായന്തനവും ഇതും വന്നു, മറ്റേ സുമുഹൂർത്തമായി ഭയങ്കര. സായന്തനം വേറൊരു മൂഡിലുള്ള പാട്ട്. അയ്യോ സത്യം പാട്ടാ, അതാണ്. ഓരോന്നിൻ്റെ ആത്മാവിനെ നമ്മൾ ആദ്യം പിടിക്കണം. അത് കിട്ടാതെ ഞാൻ എഴുതാറില്ല. എപ്പോഴും എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് വന്നാൽ ആ പാട്ട് എഴുതും ഞാൻ. പിന്നെ എഴുതാൻ അത്ര സമയമൊന്നും വേണ്ട. കമലിൻ്റെ പാട്ടുകളൊക്കെ അങ്ങനെയായിരുന്നു. ഈ നമ്മളെ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അഗ്നിസാക്ഷി, പിന്നെ ഞങ്ങൾ ശരിക്കും രവിയേട്ടനാണ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ തുടങ്ങി രവിയേട്ടനായിട്ടുള്ളൊരു കൂട്ടായ്മ ശരിയാവാത്തതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ എനിക്കങ്ങനെ ഏൽക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് രവിയേട്ടൻ്റെ സമ്മതം വാങ്ങി. സമ്മതമില്ലാതെ ആയതായിരിക്കും, പക്ഷേ ഇവരുടെ ഭാഗത്ത് ഒരു കുറ്റമില്ല. രവിയേട്ടന് 6 മാസം മുമ്പേ പുസ്തകം കൊടുത്തിരിക്കുന്നു. പുള്ളി അതൊന്നും വായിക്കില്ല, അങ്ങനെയൊന്നും വായിക്കില്ല. അതൊക്കെ ഞാൻ എഴുതിക്കോളാന്ന് പറയും, ചെയ്യും. അവർക്ക് അക്ഷര ആവശ്യമില്ല വേണ്ട, പക്ഷേ സിറ്റുവേഷനിൽ ആ ഊർജം കിട്ടണ്ടേ. പിന്നെ എന്നെ ഏൽപ്പിച്ചു. ഞാൻ തന്നെ ഇവിടെ വന്നു. ഡയറക്ടർ ഇവിടെയാണ് താമസിച്ചത്, മുകളിൽ. ഞാനും വിശ്വനും ഇടയ്ക്ക് കണ്ണുപിടുന്ന് ഭക്ഷണം കഴിക്കും, അവിടെ ഇരുന്ന് ഞങ്ങൾ എഴുതും. എഴുത്തൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അത് അതിൻ്റെ 3ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയി, ശ്യാമപ്രസാദിൻ്റെ. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടുന്ന് പോകുന്നത് അങ്ങോട്ട്. ആലത്തൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. അല്ല, ആദ്യം അവർക്ക് പാലക്കാട് ഒരു വീടുണ്ട്, ആ വീട്ടിൽ പോയി. അപ്പോഴേക്കും അവിടെയല്ല, ഇദ്ദേഹത്തിൻ്റെ അമ്മ ഡോക്ടറാണ്, അച്ഛൻ ബംഗാളിൽ എവിടെയോ ആണ്, ഏതോ ട്രെയിനിലായിരുന്നു. അപ്പോൾ എന്നിട്ട് അവിടുന്ന് വരുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് എത്തുമ്പോൾ അങ്ങനെ ഒരു ദിവസം അവിടെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കിട്ടുന്നത്. ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. അത്രയും ഒരു ആത്മബന്ധമായിട്ടാണ് പാട്ടൊക്കെ ചെയ്തത്. പക്ഷേ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു ശരിക്കും അന്ന്. പിന്നെ നിങ്ങളോട് പറഞ്ഞ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ചേട്ടാ. അത് കേൾക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ. പടം കഴിഞ്ഞിട്ട് പോലും എന്നെ വിളിച്ചിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പറഞ്ഞല്ലോ. എന്നെ വിളിച്ചിട്ടുമില്ല, പിന്നെയുള്ള പടങ്ങളും എന്നെ വിളിച്ചില്ല, ഒന്നിലും എന്നെ വിളിച്ചിട്ടില്ല, ഒന്നും എന്നെ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഫോൺ ചെയ്തിട്ടില്ല. അപ്പോഴൊക്കെ എനിക്ക് വിഷമമായിരുന്നു. അപ്പോഴും ഓരോ വിഷമമുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതെ, ക്രിയേറ്റേഴ്സ് എപ്പോഴും പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് കേൾക്കണ്ടേ. അതെ, നല്ലതായി എന്ന് പറയുന്നത് കേൾക്കാൻ സന്തോഷമാണ്. ദാസേട്ടൻ എപ്പോഴും പറയാറുണ്ട്, പണ്ട് കണ്ണിൽ നെന്മയിൽ ഓർമ്മപ്പൂവിൽ എന്നുള്ള പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ ചരണം എന്ന് പറയുന്നത് ഭയങ്കര കൊനഷ്ടാണ്. അതിൻ്റെ ബേസ് മധ്യമശ്രുതിയിലൊക്കെ ആക്കും. അത് ടഫാണ് പാടാൻ. അപ്പോൾ നെയ്യാണാദ്യം കണ്ണീർ തൂവി ശ്യാമാരണ്യത്തിന്മീതേ നെയ്യാണാദ്യം ഇങ്ങനെ പോകും, ഭയങ്കര കയ്യിൽ പോകും. പാടിക്കഴിഞ്ഞിട്ട് പപ്പാട്ടൻ നേരം കയറുന്നു. ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ, പുള്ളി ആരെയും സമ്മതിക്കില്ല. രവിയേട്ടനാണ് ടെൻഷൻ അടിക്കുക. മറ്റേ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് പുള്ളിക്ക് ടെൻഷനാണ് ദാസറിൻ്റെ അടുത്ത് പോകാൻ. എന്നിട്ട് തിരുവനി പോകും. എന്നിട്ട് എന്നെ അകത്തിട്ടു. ഞാനാണ് അവിടെ പോയി സമാധാനിപ്പിക്കുക. എടോ ഇത് മധ്യമശ്രുതിയാണ്, ഇതെങ്ങനെ മുകളിൽ പോകും എന്നൊക്കെ ചോദിച്ച് ഇത് കേട്ട് പാടിക്കഴിഞ്ഞപ്പോൾ നിത്യനിലാവിൻമീതേ മൂവന്തിക്കഥ ഇങ്ങനെ വേണ്ടല്ലോ, അത്രയെല്ലാം ഹയ്യ. എന്നിട്ട് പപ്പടം വന്നു തിരുവനി, ഇത് ലോകത്തിൽ ആർക്കും പാടാൻ പറ്റില്ല കേട്ടോ, ഇതുപോലെ ദാസേട്ടൻ പാടിയ പോലെ ലോകത്തിൽ ആർക്കും പാടാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് സാറൻ കൊണ്ട് പോയപ്പോൾ പപ്പാട്ടൻ കൊണ്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഇതല്ലേ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, കുറച്ച് ലേശം കൂടി ശരിയാവണം. എല്ലാവരും പറയും, ഞാൻ ഉദ്ദേശിച്ചതായില്ല, ഒക്കെ സമ്മതിച്ചു. ഇത് കഴിഞ്ഞാലേ ഇതുപോലെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. സത്യം അതാണ്, അത് പറയില്ല. എന്നോട് പപ്പാട്ടിനെ പറ്റി മാത്രമേ ദാസേട്ടൻ പറഞ്ഞിട്ട്. ഇങ്ങനെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഒരു വാക്ക് ഞാൻ കേട്ടില്ല ഇന്ന് വരെ.
അതുകൂടെ നമ്മൾ പ്രതീക്ഷിക്കും. നമ്മൾ പ്രതീക്ഷിക്കും. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ശ്യാം അത് പറയുന്നത് എനിക്ക് കേൾക്കാം, എൻ്റെ ജീവിയിൽ കേൾക്കാൻ ഞാൻ പ്രതീക്ഷിക്കും. അത് നമുക്ക് കിട്ടുന്നൊരു അവാർഡാണ്. തീർച്ചയായിട്ടും. ഈ എൻ്റെ ലോകത്തിൽ നിങ്ങളെ അറിയാത്ത വേറൊരു വലിയ 2 ലോകമുണ്ട്. ഒന്ന് ക്ലാസിക്കൽ സിംഗർ. ഞാനൊരു 1000-ത്തിലധികം കച്ചേരി കേരളത്തിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. അറിയാം, ഒരേ വലിയ അമ്പലങ്ങൾ, മഹാക്ഷേത്രങ്ങളിൽ 2-3 കൊല്ലം തുടർച്ചയായിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. വലിയ പക്കമേളക്കാരോടുകൂടി. കച്ചേരി അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത് വലിയൊരു അധ്യായമാണ്. പിന്നെ ജോലി അനുഭവങ്ങൾ അത് വേറെ. നമ്മളിപ്പോൾ പാട്ട് മതി നമുക്ക്. ഹിസൈന സദ്ദുള്ളയില് പാടാൻ വരുന്നത് അഭിനയിക്കുന്ന സമയത്ത് അതെ, അടിപൊളി പാട്ടാ. എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ എനിക്കത് അനുഭവങ്ങളുണ്ട്. ഞാനത് താളം പിടിച്ചതും എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ കാരണം ഞാനത് ചെയ്യുന്ന ആളാണ്. വേറൊരാളെ അത് ചെയ്യാൻ പറ്റില്ല. അതിൽ ഇയാൾക്കറിയാതെ, ലോഹിക്കറിയാം, ലോഹിയാണ്. അതുപോലെ ചില വ്യക്തികൾ, ലോഹി, മുരളി, പ്രസാദ് സാറ്, കാവാലനാരായണ പണിക്കർ, വേണു, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ജോൺസൺ. അത് മറക്കാൻ പറ്റാത്ത കുറേ അധ്യായങ്ങളാണ്. അതൊക്കെ പറയാനുണ്ട്. പിന്നെ അതെ, ദേവസഭാതലം അഭിനയിക്കുന്ന സമയത്ത് അത് നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു രസമുള്ളൊരു മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ദേവസഭാതലം രാഗിലം, അപ്പോൾ ദേവസഭാതലം രാഗിലം, അതെ, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സാറിൻ്റെ ഒരു മ്യൂസിക് സെൻസ് ഇപ്പൊ അഭിനയത്തിൽ മാത്രമല്ല അത് ഗുണപ്പെട്ടിട്ടുള്ളത്, എഴുത്തിൽ അത് ഇവരൊക്കെ സഹായിക്കുന്ന, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നെ അത് ടഫായിട്ടുള്ള വിഷയമാണത്, പക്ഷെ സിമ്പിളായിട്ടാണ് അത് പറയുന്നത്. അതിൽ പക്ഷികൾ, ഈ മൃഗങ്ങൾ, ഇവരുടെയൊക്കെ നാദവും നമ്മളെ മനുഷ്യൻ്റെ നാദത്തിൽ ചേർന്നിട്ടാണ് ഈ ശബ്ദസ്വരങ്ങൾ ഉണ്ടാകുന്നത്. ആ കഥയാണ് ശരിക്കുള്ളത്. പക്ഷേ ഇത് വാശി പിടിക്കാനൊന്നുമില്ല, ഇതെല്ലാം ഒന്നാണ് എന്നാൽ അവസാനം നമ്മൾ പറയാൻ. ഹിന്ദുസ്ഥാനിയും പിന്നെ ക്ലാസിക്കലും ഈ നമ്മളെ ക്ലാസിക്കലും ഒക്കെ ഒന്നാണ്. കാരണം ഇതിന് പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഹിന്ദോളം എന്ന് പറയുന്നത് മാൽഘോഷ് എന്നാണ് അവർ പറയുക, നമ്മളെ തോടിക്ക് അവർ ഭൈരവ് എന്നാണ് പറയുക. ഇത്രയൊക്കെ ഉള്ളൂ വ്യത്യാസം. നമുക്ക് കേൾക്കാൻ സുഖമുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തി പല നാടുകളിലായിപ്പോയി. അതെ, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഭാരതം എന്ന് പറയുന്നത് വളരെ അത്ര വിസ്താരമുള്ളതല്ലേ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേര് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളെ സംസ്കാരം ഒന്നാണ്. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് പറഞ്ഞത് കലഹം കൂടാതൊന്നുമില്ല, ഇതെല്ലാം ഒന്നാണ്. ശരിക്കും നമ്മൾ ജോൺസൺ മാഷിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ വന്നിപ്പോണ്ട്. ഈ രാജഹംസമേ അസാധ്യമായിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ എനിക്കത് പറയുന്നതിന് മുമ്പ് ഒരു പാട്ടുള്ളതെന്ന് പറഞ്ഞാൽ രാഗദേവനും നാദകന്യയും പ്രണയതീരത്തെ പൂന്തിരകളിൽ മുങ്ങാങ്കുഴിയിട്ടു അറിയാപ്പവിഴം തേടി അലകളിൽ ഇറങ്ങാൻ കവിത തേടി. അത് ഭരതേട്ടന് വേണ്ടി തന്നെ എഴുതിയ ഞാൻ. കാരണം വിഷ്വല് ഭരതേട്ടന് അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു ഓടക്കുഴലിൽ ഇങ്ങനെ ഇളകുന്നതും അതിലേക്ക് വെള്ളം കയറുന്നതും അതൊക്കെയാണ് കാണിച്ചത്. ഈ രാഗദേവനും നാദകന്യയും ഒക്കെ തന്നെയാണ്. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഈ തീരത്തെ പൂന്തിരകളിൽ അറിയാപ്പവിഴം തേടി എന്ന് പറയുമ്പോൾ ഈ തീരമായിപ്പോയെന്ന ഒരു വിമർശനം വരുമോ എന്നുള്ളത് അങ്ങനെ കാണണോ? അതെങ്ങനെ കാണണം? ഇല്ല, തീരത്ത് അവര് നാദകന്യയും രാഗദേവനുമാണ്. എവിടെയും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒഴുകി പെട്ടെന്ന് ഒഴുകി പോകാനും മുങ്ങാങ്കുഴിയിടാനും എവിടെയും പറ്റും. അതാണ് ഇത്രേ ഉള്ളൂ. അപ്പോൾ അറിയാപ്പവിഴം തേടുക എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിൽ പുതിയ കാണാത്ത പവിഴങ്ങൾ തേടുന്നു. ഒരുപാട് അർത്ഥങ്ങൾ വേണം അതിന് പറയാം. ജോൺസൺ മാഷിന്റെ പാട്ടുകളിൽ ഈ നമ്മൾ മധുരം ജീവാമൃത ബിന്ദു പറഞ്ഞതുപോലെ തന്നെ പാതിരാ പാൽക്കടവിലില്ലേ, പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി തുഴയായി സ്നേഹാർദ്ര നക്ഷത്രം. അമ്പിളിയെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ സർവീസിട്ടുണ്ട്. വെണ്ണില ചന്ദനക്കിണ്ണം, പുന്നമട കായൽ, വിദ്യാസാഗർ സാറിന്റെ തുഴയുന്ന നക്ഷത്രം. അത് ഒരു പ്രാവശ്യം ശ്രീനി പറഞ്ഞത് ഭയങ്കര രസമായിട്ടുള്ളൊരു ബിംബമാണ്. എപ്പോഴും മിക്കവാറും ഈ അമ്പിളിയുടെ മുകളിലൊരു നക്ഷത്രം ഉണ്ടാകും, നമുക്ക് കാണാം. അപ്പോൾ അമ്പിളി തോണി തുഴയുന്നതാണെന്ന് എൻ്റെ സങ്കല്പം. നക്ഷത്രമാണ്. അതുമല്ല ഈ പറഞ്ഞതുപോലെ വെണ്ണില ചന്ദനക്കിണം പുന്നമട കായൽ വീണ എന്ന് പറയുമ്പോൾ നമ്മളത് എക്സ്പെക്ട് ചെയ്യില്ല, ഇത് വീണ് കിടക്കുന്ന അമ്പിളി എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും ഈ എന്താ പറയാ, പുന്നമട കായൽ വീണേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കോരിയെടുക്കാൻ.
അപ്പോൾ ഭാസ്കര മാഷ് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. എന്നോട് പറഞ്ഞു ആ എന്നിട്ട് എന്നോട് പാടാൻ പറഞ്ഞു. ഉം. ഒരു പ്രാവശ്യം ഒരു സദസ്സിൽ ഭാസ്കര മാഷ് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഇത് വേദിയിൽ ഇത് പാടാൻ തുടങ്ങാം. ഉം. എന്നോട് തിരുമേനി പോയി പാടുന്നത് എന്നോട് ഉണ്ണി തള്ളി. ഉം. ഞാൻ പോയി മുകളിൽ പാടിയത് എൻ്റെ ആദ്യത്തെ 2 ലൈൻ പാടിയിട്ട് എന്നെ വിട്ടു. ഉം. വെണ്ണില ചന്ദന കിണ്ണം പൊന്നമടക്കായലിൽ വീണേ പൊന്നിളം കയ്യിൽ മെല്ലെ കുഞ്ഞിളം കയ്യാൽ മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടതൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകുന്നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. അത് നല്ല രസമാണ്. ഈ തൂവൽ ഇങ്ങനെ വീണ് നടക്കുന്നതും അതിനടുത്തൊരു പിന്നെ കൂട് കെട്ടുന്നതും കുട്ടിക്കാലത്ത് ഭയങ്കര രസമായിട്ടുള്ള സംഗതിപ്പാണ്. അതിനേക്കാളും സൂപ്പർ ഹിറ്റായ ഒരു പാട്ട് അതിനകത്തുണ്ട്, പവിഴമഴ. അതെ, ഭയങ്കര രസമായിട്ട് തോരാത്ത മോഹം ഈ മഴ, അദ്യാനുരാഗ രാമഴ, അതെ, മഴ 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 എന്ന് പിടിപ്പിച്ച്. അതുപോലെ പിന്നെ അകലത്തു നിന്നാൽ കണ്ണീർ മഴ ആണ്. കുറച്ച് ദൂരെയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പ്രണയത്തിൻ്റെ ഏറ്റവും ഇടിച്ചു പിഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. വിദ്യാസാഗർ സാറ് പറഞ്ഞിട്ടുണ്ട്, അതങ്ങനെ ഒരു മഴ 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 എന്നുള്ള സാധനം വരുമ്പോൾ ഒരു സാധനം വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അതെ, പിന്നെ മൊത്തം മഴയാക്കി ഞാൻ.